കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഭർത്താവിൽ നിന്ന് മാറി താമസിച്ച കാലയളവിൽ ഭാര്യയ്ക്ക് മെയിൻ്റനൻസിന് അവകാശമില്ല. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം കൂടാതെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ ആ കാലയളവിലെ മെയിൻ്റനൻസിന് ഭാര്യയ്ക്ക് അവകാശമുണ്ടായിരിക്കുന്നതല്ല. കേസിലെ കക്ഷികളുടെ വിവാഹം 2003 മതാചാരപ്രകാരം നടന്നു. ഗർഭിണിയായപ്പോൾ ഭാര്യ തൻ്റെ കുടുംബവീട്ടിലേക്ക് പോവുകയും അതിനുശേഷം ഭർതൃഗൃഹത്തിലേക്ക് തിരികെ പോയിട്ടില്ലാത്തതും ഇരുവരും സെപ്പറേറ്റായി താമസിച്ചു വരികയുമാണ്. തുടർന്ന് ഇരു കക്ഷികളും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയും ഫാമിലി കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഭർത്താവ് വിവാഹമോചനത്തിനും ഭാര്യ വിവാഹസമയത്ത് നൽകിയ പണത്തിനും സ്വർണത്തിനും കൂടാതെ കഴിഞ്ഞ കാലയളവിൽ തനിക്കും കുട്ടിക്കും ചിലവിന് ലഭിക്കുന്നതിനും വേണ്ടി ഹർജി ബോധിപ്പിച്ചു. ഫാമിലി കോടതി ഡെസേർഷന്റെ ഗ്രൗണ്ടിൽ വിവാഹമോചനം അനുവദിച്ചു. ഭാര്യയുടെ കേസിൽ 2 ലക്ഷം രൂപയും 28 പവൻ സ്വർണ്ണാഭരണവും ഭാര്യയ്ക്കും കുട്ടിക്കും പാസ്റ്റ് മെയിൻ്റനൻസും ഭർത്താവ് നൽകണമെന്ന് ഉത്തരവിട്ടു. ഈ വിധിയിന്മേൽ ഭാര്യയ്ക്ക് അനുവദിച്ച പാസ്റ്റ് മെയിൻ്റനൻസ് ചലഞ്ച് ചെയ്ത് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ഭർത്താവ് വാദിച്ചത് ഡെസേർഷന്റെ ഗ്രൗണ്ടിൽ വിവാഹമോചനം അനുവദിച്ചതിനാൽ മാറിത്താമസിച്ച കാലയളവിലെ മെയിൻ്റനൻസ് എമൗണ്ട് നൽകാൻ താൻ ബാധ്യസ്ഥനല്ല. ഡെസേർഷൻ ഫൈനലാണ്. ഭാര്യ ഫാമിലി കോടതി വിധിയിന്മേൽ അപ്പീൽ പോയിട്ടില്ല. എന്നാൽ ഭാര്യയുടെ ഭാഗം വാദിച്ചത് ഡെസേർഷന്റെ പേരിൽ മെയിൻ്റനൻസ് ക്ലെയിമിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ഇരുഭാഗത്തെയും കേട്ട ഹൈക്കോടതി ഡെസേർഷൻ എന്നത് ലിറ്ററൽ മാനറിൽ മാത്രം വിശദീകരിക്കേണ്ട ഒന്നല്ല എന്നതാണ്. കാരണം കൂടാതെ ഒരാളെ ഒഴിവാക്കുക. ഈ കേസിൽ ഡെസേർഷന്റെ ഗ്രൗണ്ടിൽ വിവാഹമോചനം നേടിയെടുത്തത് ഫൈനലായിട്ടുണ്ട്. കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഡെസേർഷൻ നടന്നതായി വിധി വരികയും അത് ഫൈനലാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചതായി കണക്കാക്കാം. മാരേജ് ആക്ടിലെ സെക്ഷൻ 37 അനുസരിച്ച് സ്ത്രീയുടെ കോണ്ടാക്റ്റ് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഭർത്താവിൽ നിന്ന് മാറി താമസിച്ച കാലയളവിൽ ഭാര്യയ്ക്ക് മെയിൻ്റനൻസിന് അവകാശമില്ല. ഈ കാലയളവിൽ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് അനുവദിച്ചതിൽ ഫാമിലി കോടതിക്ക് എറർ സംഭവിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് അനുവദിച്ച ഈ മെയിൻ്റനൻസ് ഉത്തരവ് ഹൈക്കോടതി സെറ്റസൈഡ് ചെയ്യുകയും കുട്ടിയുടെ തുക അനുവദിക്കുകയും ചെയ്തു. മെയിൻ്റനൻസ് ലഭിക്കാൻ ഭാര്യ ക്വാളിഫൈഡ് അല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ ഈ വിധി വിവാഹസമയത്ത് നൽകിയ ഗോൾഡ് ഓർണമെൻറ്റ്സോ പണമോ തിരികെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെ ബാധിക്കുന്നതുമല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സതീഷ് നയനാനും ജസ്റ്റിസ് പി കൃഷ്ണകുമാറും അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.